ക്രിക്കറ്റ് മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് IPL ചെന്നൈയും മുംബൈയും തമ്മിലാണ് മത്സരം. ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആവേശത്തിലാണുള്ളത്. ഇപ്പൊ മുംബൈയുടെ കഴിഞ്ഞ കളിയിൽ തിലക് വർമ്മ സെഞ്ചുറി അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ? തിലക് വർമ്മ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? രോഹിത് ശർമാസ് അഡ്വൈസ് ഗെയിം കോൺഫിഡൻസ് ആയിട്ടാണ് തിലക് വർമ്മ പറയുന്നത്. ഒരു സംശയങ്ങൾ വേണ്ട, കളിക്കകത്തും കളിക്ക് പുറത്തും ഹിറ്റ്മാന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും സംശയങ്ങൾ വേണ്ട. ഇപ്പൊ തിലക് വർമ്മ പറയുന്ന കാര്യം അറിയോ? തിലക് വർമ്മ പറയുന്നു, ചീട്ടിക്കെതിരെ മത്സരത്തിൽ രോഹിത് ഭായ് എനിക്ക് കുറച്ച് അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് പകർന്നെന്നാണ് മുംബൈ ഇന്ത്യൻസിന് സൂപ്പർ താരമായ തിലക് വർമ്മ പറയുന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഞാന് മികച്ച ഫോമിലൊന്നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, വേൾഡ് കപ്പിലായാലും ഇങ്ങോട്ടായാലും, അതായത് ആദ്യത്തെ 5 കളിയിലും മികച്ച ഫോമിലായിരുന്നില്ല. പക്ഷേ ഞാന് രോഹിത് ഭായ് ആയിട്ട് തോക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി കേപ്പബിലിറ്റിയിൽ നമുക്ക് സംശയങ്ങളില്ലല്ലോ. അപ്പോ ആ കോൺഫിഡൻസ് എനിക്ക്, അദ്ദേഹത്തിന്റെ അഡ്വൈസ് എനിക്ക് വളരെ നല്ല രീതിയിൽ കോൺഫിഡൻസ് പകർന്നെന്നും കൂടി തിലക് വർമ്മ പറയുന്നുണ്ട്. ആദ്യത്തെ 15 ബോളിൽ എനിക്ക് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു, പിന്നെയാണ് ഞാൻ അടിക്കാൻ തുടങ്ങിയതോടുകൂടി തിലക് വർമ്മ പറയുന്നുണ്ട്. മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത കാര്യം നമുക്കറിയാലോ. 101 റൺസാണ് തിലക് വർമ്മ ജിടിക്കെതിരെ എടുത്തത്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ രോഹിത് ഭായിയുടെ വലിയ ഫാൻ ബോയ് ആണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഗ്രോ ചെയ്യുന്ന സമയത്ത്, കളിച്ചു വളരുന്ന സമയത്തൊക്കെ എനിക്ക് 2 ഫാൻസുകൾ ഉണ്ടായിരുന്നത്. അതായത് ഒന്ന് സുരേഷ് റെയ്ന, മറ്റേത് രോഹിത് ഭായ് കൂടി എന്നുകൂടി ഇവിടെ തിലക് വർമ്മ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്നും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനാവട്ടെ. മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം കളിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. അപ്പോൾ ഇന്നെന്തായാലും മികച്ച മത്സരം തന്നെ കാണാൻ സാധിക്കട്ടെ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.